ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ പുള്ളി കൂടുതലുള്ളവരും കുറഞ്ഞുള്ളവരും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവരെ ഒന്ന് കറിയാക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുക്കാൻ പോവുക കേട്ടോ. ഞാൻ കടുക് വറുക്കാൻ കടുകൊക്കെ ഇട്ട് വറ്റൽ മുളകും കൊച്ചുള്ളിയും അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി 2 പച്ചമുളക് എല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചട്ടിയിലോട്ട് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 3 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഞാനൊരു മാങ്ങ ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും കൂടെ നമ്മൾ കറിയിലോട്ട് ചേർത്ത് യോജിപ്പിക്കുകയാണ്. അതിലതിൻ്റെ കല്ലേന്ന് പറയും, മുട്ട ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കറിയിൽ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞണ്ടിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. കറി തിളയ്ക്കുമ്പോഴത്തേക്കും ഞണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഏതാണ്ട് കറി തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കറി തിളച്ച് വന്നത് നമുക്കിനി ഒന്ന് പറ്റിച്ചെടുക്കണം. ഞണ്ടൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. നമുക്ക് ഈ കറി ഇനി ഒന്ന് പറ്റിച്ച് വേണം എടുക്കാൻ. നമ്മളെ കറി ഏതാണ്ടൊക്കെ പറ്റിയൊക്കെ വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.